നമസ്കാരം ഗൈസ്. കുറച്ച് നാൾക്ക് ശേഷമാണ് എന്റെ വീഡിയോസ് വരുന്നത് അല്ലെ. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഗ്യാപ്പ് വരില്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ആയിപ്പോയി. അപ്പോ പറയാൻ വിട്ടുപോയ രണ്ടൊന്ന് ടോപ്പിക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, രേണു സുധി. നിങ്ങൾക്ക് എന്റെ പ്രേക്ഷകർക്ക് അറിയാം, ഞാൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രേണു സുധിയെ. കാരണം ആളുടെ ജോലി ചെയ്യുന്നു, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ആള് സർവൈവ് ചെയ്ത് നിൽക്കുന്നു, ബോൾഡ് ആയിട്ട് നിൽക്കുന്നു, ഹെൽത്തിനൊക്കെ എത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ ചെയ്യുന്നു. അപ്പം ബിഗ് ബോസിൽ കയറാൻ സാധിക്കട്ടെ, ഇനി മുന്നോട്ട് നല്ല നല്ല ഉയർച്ച ഉണ്ടാവട്ടെ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോ ആസ് എ പേഴ്സൺ എനിക്ക് ഒരാള് എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരാൾ നല്ലത് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അയാൾ ചെയ്യുന്ന തെറ്റ് എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല, എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവൻ രേണു സുധിച്ചേട്ടനൊക്കെ റിലേറ്റഡ് ആയിട്ട് അവരുടെ ഇൻഡീപ്പ് പേഴ്സണൽ ലൈഫിൽ ഒരു മാറ്റർ വന്നിട്ട് പോലും ഞാൻ അതിനെടുത്ത് വീഡിയോ ചെയ്യാഞ്ഞത് അതൊക്കെ അവരുടെ ഇൻഡീപ്പ് കാര്യങ്ങളാണ്. എല്ലാവരും സംസാരിക്കുന്നു, അതായത് ആ വ്യക്തികൾ 3 പേര്, ആ ഒരു സുധിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അതിന്റെ മേലെ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു, പല കാര്യങ്ങളും സംസാരിക്കുന്നു. അറിയാലോ, ഞാൻ ആ ഇഷ്യൂസ് എടുത്തിടുന്നില്ല. അതിനെപോലെ ഞാൻ മിണ്ടാണ്ടിരുന്നത് അത് ഇൻഡീപ്പ് കാര്യങ്ങളാണ്, അത് പാസ്റ്റ് ആണ്. എന്തും ആയിക്കോട്ടെ, ആ ഒരു പ്രശ്നങ്ങളുണ്ട്. നാട്ടുകാർക്ക് ഒരു വിഷയം ഉണ്ടാവുന്നില്ല. ഇന്ത്യൻ ഭരണഘടന മൂലം നമുക്കൊരു പ്രശ്നം ഉണ്ടാവാത്തടത്തോളം കാലം ആളുകൾ അവരുടെ ഇഷ്ടങ്ങൾ ചെയ്തു പോകുന്നത്. അത് സൊസൈറ്റിക്കും ആളുകൾക്കും പ്രശ്നമില്ലാത്തടത്തോളം കാലം അതൊരു വിഷയം വരുന്നില്ല അല്ലെ. പക്ഷെ ഇപ്പോ ഇവിടെ നടന്ന ഈ ഒരു വീഡിയോ, അത് എന്തർത്ഥത്തിലാണ് രേണു ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് എ പ്യുവർ സ്കാം. 500 രൂപയ്ക്ക് ആ വലിയ വിശാലമായ ഒരു വീട് സ്വന്തം, ആ ഒരു ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വീട് സ്വന്തം, അതിന്റെ ഉള്ളിലെ ഹോം ടൂർ പോലത്തെ സംഭവങ്ങൾ, കാര്യങ്ങൾ കാണിക്കുന്നു. അപ്പോൾ അത്യാവശ്യം എമൗണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് രേണുവിന് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. ഇവിടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, നമ്മൾ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് നാട്ടുകാർ ചൂഷണം ചെയ്യാൻ നിൽക്കരുത്. ഇത്രയും കാലം ചെയ്തു വന്നതിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പൈസ കിട്ടുന്നുണ്ട്, ലൈക്ക് ആൽബം ചെയ്യുമ്പോൾ പൈസ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇങ്ങനെ അക്കൗണ്ട് ബാലൻസ് ഒക്കെ കാണിച്ചിട്ട് ആങ്കർ കരയുകയും, അല്ലെങ്കിൽ ഡ്രസ്സിന്റെ കാര്യമാണെങ്കിലും പഴയ കാര്യം, അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും സ്ട്രഗിൾ ചെയ്താണ് ആള് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ നിന്ന് പെട്ടെന്ന് ഈ ഒരു സ്കാം വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏക തലകുത്തന അവിടെ ഒരു ന്യായീകരണവും അവസ്ഥ കൊണ്ടാണ് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ആ വീഡിയോ ഓൾറെഡി ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്ക് എമൗണ്ടും ട്രാവൽ എക്സ്പെൻസും കിട്ടി, എത്ര കിട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ആൻഡ് ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു സുധി ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ കണ്ണടച്ച് രേണു സുധിയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് എമൗണ്ട് ഇടും. അങ്ങനെ കുറച്ച് എമൗണ്ട് വന്നിട്ടുണ്ടെന്നും ആ എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യും എന്നുള്ള വട്ടപ്പാച്ചിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ ഇങ്ങനെ ആളുകളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചിന്തിച്ച് വർക്കുകൾ എടുക്കുക, ചിന്തിച്ച് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക. അതിനകത്ത് ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം ഇട്ട്, എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാണ്, സോഷ്യൽ മീഡിയയിലോട്ട് ഒരു സംഭവം ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്യുന്നതിന് ഒരു അർത്ഥമില്ല. എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ സാധനം പൊങ്ങി വരാനായിട്ട് ഒരു പാടുമില്ല. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്ക് പോലും ഇത് വേണോ, ഇത് പ്രശ്നമാവോ എന്നുള്ളൊരു തോട്ട് വന്നില്ല. അതെന്താണാവോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഒരു കാര്യം ചിന്തിച്ച് ചെയ്യാൻ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്കാം ചെയ്തിട്ട് ആ ഒരു ഇപ്പോ ഇഷ്ടപ്പെട്ട് വരുന്നവരെയും കൂടിയിട്ട് വെറുപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച ആ ഒരു ഫണ്ട് ഇട്ടതിന് ശേഷം അത് നമുക്ക് ഏത് പർപ്പസിലാണ്, ഏത് തോട്ടോട് വീണാണ് ആ സാധനം ഇട്ടിരിക്കുന്നത്. 500 രൂപയ്ക്ക് ആ വീടെന്നും പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ഇത് സെക്കൻഡ് അങ്ങനെ വരുമ്പോൾ നമുക്കത് ചിന്തിക്കാവുന്നുള്ളൂ. പക്ഷെ ചില ആൾക്കാർ ചിന്തിക്കാതെ ഈ ഫേസ് കണ്ട് അഡ്മയർ ആയിട്ട് ആളുകൾ രേണു സുധി അല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കാതെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കുറച്ച് പേര് ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയാം. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇത്രയും കാലം ഞാൻ സപ്പോർട്ട് ചെയ്ത് നിന്നാണ്, ഇനിയും സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇഷ്ടമില്ലാത്ത കണ്ടു അല്ലെങ്കിൽ ചെയ്തത് ശരിയായില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പോ ആ ഒരു ഇത് എനിക്ക് എന്റെ ഒരു എന്താ പറയാ, എന്റെ ഒരു അഭിപ്രായം തന്നെയാണ് ഞാൻ അവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു സംഭവം, ഈ ഒരു സ്കാം ആളുകളെ പറ്റിക്കുന്ന രീതിയിലാണ് ഈ കാര്യം പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഗെയിംസിന്റെ സംഭവങ്ങൾ, ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ആളുകളെ പറ്റിക്കുന്ന ഷെയർ റിലേറ്റഡ് സ്റ്റോക്കുകൾ, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർ നമുക്ക് ഓഫർ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ പേയ്മെന്റ് ആയിരിക്കും. പക്ഷെ ഇൻസ്റ്റേക്ക് അത് സ്പോട്ടിൽ റിയാക്ട് ചെയ്യാൻ പല അക്കൗണ്ട്സും പല ആൾക്കാരുടെ പോയതുകൊണ്ട്. അപ്പൊ നമുക്ക് അവിടെ അങ്ങനെ അത്രയും ഡബിൾ പേയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിലും ഇപ്പുറത്ത് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ വിശ്വാസമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അങ്ങനെ കുറച്ചു പേരുടെ വിശ്വാസം, അല്ലെങ്കിൽ കുറച്ചു പേരെങ്കിലും ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്നുള്ളൊരു തോട്ട് പ്രോസസ് നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. സോ ഇനിയെങ്കിലും ചിന്തിക്കുക, ഇങ്ങനത്തെ ഇത്രയും വലിയൊരു സ്കാമും കാര്യങ്ങളും ചെയ്ത് വീഡിയോ ഇട്ടിട്ട് പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ അത് പറയണതിലൊന്നും ഒരു അർത്ഥമില്ല. ന്യായീകരണങ്ങൾ ഒരുപാട് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വീഡിയോ ഇങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്തപ്പോൾ ഒന്ന് ചിന്തിക്കണമായിരുന്നു. ഗുഡ് ബൈ.